നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. 2025-26 സീസണിലെ ISL ആരംഭിക്കാൻ പോവുകയാണല്ലോ. 25-26 എന്ന് പറയണ്ട, 26 ഫെബ്രുവരിയിൽ തുടങ്ങുന്ന ചെറിയ ഒരു ലീഗ്, അതാണ് ഇപ്പോഴത്തെ ISL. 2026 ഫെബ്രുവരി 14 മത്സരങ്ങൾ ആരംഭിക്കും എന്നാണ് ഇന്നലെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ പറഞ്ഞത്. 14 ടീമുകളും പങ്കെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിശദമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ചോദ്യങ്ങളുണ്ടല്ലോ ആരാധകർക്ക്. ഹോം മത്സരങ്ങൾ ഉണ്ടാവുമോ, ഹോം ആൻഡ് അവേ മത്സരങ്ങൾ ഉണ്ടാവുമോ, അതല്ല സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടായിരിക്കുമോ ടൂർണമെൻറ്റ് നടക്കുക, പ്ലേ ഓഫ് ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഉത്തരവാണ് നമ്മൾ നോക്കുന്നത്. മാർക്കസ് മർഹുലാവോ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടൊരു ലേഖനം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സെൻട്രലൈസ്ഡ് വെന്യൂവിലല്ല മത്സരങ്ങൾ നടക്കുന്നത്, മറിച്ച് ഹോം ആൻഡ് അവേ സിംഗിൾ ലെഗ് ആയിട്ടായിരിക്കും. ഹോം ആൻഡ് അവേ മത്സരങ്ങൾ സിംഗിൾ ലെഗിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കാണുന്നില്ലേ, അവിടെ എന്താ നടക്കുന്നത്? 8 ടീമുകൾക്കെതിരെയാണ് അല്ലേ ഒരു ടീം കളിക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിൽ ലീഗ് ഫേസിൽ കുറച്ച് കളികൾ സ്വന്തം നാട്ടിൽ, കുറച്ച് കളികൾ മറ്റേ ടീമിൻ്റെ നാട്ടിൽ, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. ക്ലബ്സ് വിൽ പ്ലേ 6 to 7 ഗെയിംസ് ഈതർ അറ്റ് ഹോം ഓർ അവേ, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന് സിസ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ സിസ് സിസ്റ്റം ടൂർണമെൻറ്റ് ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീംസ് ഹു ഹാവ് ദെയർ ഗ്രൗണ്ട്സ് ഇൻ ഗുഡ് ഷേപ്പ് വിൽ ഗെറ്റ് 7 ഹോം ഗെയിംസ്. നല്ല ഗ്രൗണ്ടുകളുള്ള ടീമുകൾക്ക് 7 ഹോം ഗെയിമുകൾ കിട്ടും എന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പോൾ എല്ലാ ടീമുകളുമായിട്ടും കളിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗിൾ ലെഗാണ്. പകുതി മത്സരങ്ങൾ ഹോമിലും പകുതി മത്സരങ്ങൾ എവേയിലും കളിക്കുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹോം ആൻഡ് എവേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് AFF കൃത്യമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ക്ലബ്ബുകൾക്ക് ഫാൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഹയർ സ്റ്റേഡിയം അറ്റൻഡൻസ് എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ സപ്പോർട്ടേഴ്സിന് അവരുടെ ടീംസ് ഹോമിൽ കോമ്പീറ്റ് ചെയ്യുന്നത് കാണുക എന്നുള്ള ഒരു അവസരം കൂടി ലഭിക്കും. അതോടൊപ്പം സ്പോൺസേഴ്സ് വിസിബിലിറ്റി വലിയ രൂപത്തിൽ എൻഹാൻസ് ചെയ്യും. ഗേറ്റ് റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സസ്റ്റൈനബിലിറ്റി അതുവഴി ഉണ്ടാക്കാൻ പറ്റും എന്നാണിപ്പോൾ AFF പറയുന്നത്. പിന്നെയുള്ള ചോദ്യം, പ്ലേ ഓഫ് ഇത്തവണ ഉണ്ടോ, ISL ഉണ്ടോ എന്നുള്ളതാണ്. ദർ ഈസ് നോ പ്ലേ ഓഫ് സീസൺ ഫോർ ISL എന്നാണ് മാർക്കസ് മർഹുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലീഗ് ക്ലബ്ബുകൾക്ക് 55 മത്സരങ്ങൾ ഉണ്ടാവും, 11 ടീമുകളായിരിക്കും. അവർക്ക് ചോയ്സ് കൊടുക്കുന്നുണ്ട് ഇഫ് ദ നീഡ് പ്ലേ ഓഫ്സ് ആഫ്റ്റർ റെഗുലർ സീസൺ എന്നുള്ളത്. ലീഗിന് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ മാർക്കസ് മർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞതനുസരിച്ച് ISL ഫെബ്രുവരി 14 14 ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ക്ലബ്ബുകളെയൊക്കെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് യെസ് ഓർ നോ എന്ന് പറയാൻ വേണ്ടി പറയുകയായിരുന്നു. അപ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് മറ്റുമൊന്നും പോവാതെ ഇപ്പോൾ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുഷ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു തീരുമാനം വന്നത്. അപ്പം ഇവിടെ ഇപ്പം ജംഷഡ്പൂർ FC ഇമെയിൽ കൺഫർമേഷൻ ആദ്യം കൊടുത്തു. പിന്നാലെ പഞ്ചാബ് FC, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മുഹമ്മദൻ സ്പോർട്ടിങ്, ഇന്റർ കാശി, ഈ ടീമുകളൊക്കെ ഇമെയിലിലൂടെ അവർ കളിക്കുമെന്നുള്ളത് കൺഫർമേഷൻ കൊടുത്തു. അതിനുശേഷം ഡൽഹി SC, ബംഗളൂരു FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരും കളിക്കാൻ തയ്യാറായി. പിന്നെ 5 ക്ലബ്ബുകൾ, കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈയിൻ FC, മുംബൈ സിറ്റി FC, അതുപോലെ തന്നെ ഗോവ, ഒഡീഷ FC, അവർക്ക് ഓണേഴ്സുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും റിലക്റ്റൻ്റ്ലി അവർ ഈ മത്സരങ്ങൾ കളിക്കാം എന്നുള്ളത് എഗ്രി ചെയ്യുകയും ചെയ്തു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ 14 ടീമുകൾ കളിക്കുന്ന 91 മത്സരങ്ങളുള്ള ഹോം ആൻഡ് എവേയിൽ സിംഗിൾ ലെഗായിട്ട് കളിക്കുന്ന ഒരു ടൂർണമെൻറ്റ് പ്ലേ ഓഫ് ഇല്ല. അതാണ് ഇത്തവണത്തെ ISLൻ്റെ ഫോർമാറ്റ്. ഓരോ ടീമുകളും 1 കോടി രൂപ വീതം ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് AFFന് കൊടുക്കേണ്ടതുമുണ്ട്. സോ അതാണ് ഇത്തവണത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ 24 ലീഗ് മത്സരങ്ങളെങ്കിലും ഓരോ ടീമും കളിച്ചിരിക്കണം AFCയുടെ ആ ഒരു നോം അനുസരിച്ച്, എങ്കിൽ മാത്രമാണ് AFC കോമ്പറ്റീഷനിൽ കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിവിടെ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു എക്സംഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് AFCയുമായിട്ട് AFF കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.